നമസ്കാരം. പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ഇപ്പോൾ അഴികൾക്കുള്ളിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഏതാണ്ട് പൂർണ്ണമായും വഷളായി കഴിഞ്ഞു എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്ന വിവരങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നുള്ളതൊരു നിരോധിക്കപ്പെട്ട പാർട്ടിയാണ്. എന്നാൽ തന്നെ അതിൻ്റെ ഒരു രാഷ്ട്രീയ കരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൊരു പ്രധാനി അദ്ദേഹത്തിൻ്റെ സഹോദരി നൂറീൻ നിയാസിയാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിൽ അടിസ്ഥാനപരമായിട്ട് സ്ത്രീകൾക്ക് അധികാരം നൽകുന്നതിനോട് പൊതുവെ താഴേക്കിടയിലുള്ള സമൂഹങ്ങൾക്ക് ഒരു വിരോധമുണ്ടെങ്കിൽ പോലും ഈ ഉന്നത തലങ്ങൾ, പ്രത്യേകിച്ച് ഈ പഞ്ചാബി വിഭാഗത്തിൻ്റെ ഇടയിൽ പല സ്ത്രീകളും അധികാരത്തിൻ്റെ ശ്രേണികളിലേക്ക് ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഈ നൂറീൻ നിയാസി സമീപകാലത്തായി മാത്രം പൊതുമണ്ഡലങ്ങളിൽ കേട്ടു തുടങ്ങിയ ഒരു പേരാണ്. അവരാണിപ്പോൾ തത്വത്തിൽ ഇമ്രാൻ ഖാൻ്റെ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ ഏതെങ്കിലുമൊക്കെ സജീവമായ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവരുടേതായിട്ടുള്ള വലിയ ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഞെട്ടിക്കുന്ന പ്രസ്താവന എന്ന് ചോദിച്ചാൽ ആര് ഞെട്ടിയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ഭരണകൂടത്തെ ഞെട്ടിക്കുന്ന, അസീം മുനീറിനെ പോലുള്ള ഫീൽഡ് മാർഷലിനെ ഞെട്ടിക്കുന്ന. അസീം മുനീർ എന്ന ഫീൽഡ് മാർഷലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭരണാധികാരി. ഷാബാസ് ഷെരീഫ് പേരിനൊരു റബ്ബർ സ്റ്റാമ്പായി അവിടെയുണ്ട്. അപ്പോൾ ഈ നൂറിൻ നിയാസിയുടെ വെളിപ്പെടുത്തലുകൾ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് നൂറിൻ നിയാസി പറയുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ ഒരു വിജയജാഥയൊക്കെ നടത്തി, ആഘോഷമൊക്കെ നടത്തി സംഭവിച്ച കനത്ത തിരിച്ചടി മറയ്ക്കുവാനാണ് ശ്രമിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറം നാശനഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വം വ്യാജ വിജയഗാഥകൾ സൃഷ്ടിക്കുകയാണ്. ഈ പരാജയത്തിൻ്റെ ആഘാതം അല്ലെങ്കിൽ ഒരു ആഴം സാധാരണക്കാരിൽ നിന്ന് മറച്ചു പിടിക്കുവാൻ എന്നാണ് നൂറിൻ നിയാസി പറയുന്നത്. അത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തന പരിചയമുള്ള മുൻ ഉദ്യോഗസ്ഥന്മാരും ഈ ഭൗമരാഷ്ട്ര വിദഗ്ധരും സൈനിക വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരും എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. അന്നേ ഈ നൂറിൻ നിയാസിയുടെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം നേടിയ വമ്പിച്ച വിജയം എത്രത്തോളമാണെന്നുള്ളത് ഒരു പുറത്തുവിട്ട ചിത്രങ്ങൾ തന്നെ വെളിവാക്കുന്നുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാൻ ഏറ്റ ആഘാതം എന്നുള്ളത് ഭാരതം പറഞ്ഞ കണക്കുകൾക്കും അപ്പുറമായിരിക്കാം. കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ എണ്ണമാകട്ടെ, നമ്മൾ തകർത്ത അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, ആയുധങ്ങളാകട്ടെ, വിമാനങ്ങളാകട്ടെ, ഇവയെല്ലാം നൂർഖാൻ എയർബേസിൽ നാം വരുത്തിയ കേടുപാടുകളല്ല, നാശനഷ്ടങ്ങൾ, വെറും അറ്റകുറ്റപ്പണികൾ കൊണ്ട് തീരുന്ന ഒരു കേടുപാടല്ല നൂർഖാൻ എയർബേസിൽ നടന്നത്. നിരവധി തവണ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് പോലും ഉപയോഗശൂന്യമായൊരവസ്ഥയിലാണ് നൂർഖാൻ എയർബേസ് ഇപ്പോഴും തുടരുന്നത്. അതിനിടയിൽ താലിബാൻ അവിടെ വീണ്ടും ഒരു ആക്രമണം നടത്തി എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ താലിബാൻ ആക്രമണം നടത്തിയില്ലായിരുന്നെങ്കിൽ പോലും നിരവധി തവണ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് പോലും റൺവേകൾ പോലും പൂർണ്ണമായും പുനർനിർമ്മിക്കുവാൻ പാകിസ്ഥാനായിട്ടില്ല. അവരുടെ സാമ്പത്തിക പ്രതിസന്ധി അല്ല അതിന് കാരണം. ഒപ്പം ഇമ്രാൻഖാൻ്റെ സഹോദരി നൂറിൻ നിയാസി നടത്തുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ, അസീം മുനീറിനെ പോലുള്ളവർ ഡൊണാൾഡ് ട്രംപിൻ്റെ കാല് പിടിച്ച് അദ്ദേഹത്തെ ഇടപെടുത്തിയാണ് ഭാരതവുമായിട്ടുള്ള ഒരു സമവായത്തിന് വഴി തുറന്നത്. എന്നിട്ട് പോലും ഭാരതം അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻകാർ അതിന് ഭാരതത്തെ വിളിച്ച്, പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഭാരതീയ സൈനിക ഉദ്യോഗസ്ഥൻ്റെ യഥാക്രമം ഉള്ള ഉദ്യോഗസ്ഥന്മാരെ, ആരെയാണോ ബന്ധപ്പെടേണ്ടത് ആ ഉദ്യോഗസ്ഥന്മാരെ DGമാർ തമ്മിൽ സംസാരിച്ച് പാകിസ്ഥാൻ കാല് പിടിച്ചാണ് ഭാരതത്തെ കൊണ്ട് യുദ്ധം നിർത്തിച്ചത്. ഡൊണാൾഡ് ട്രംപ് അതിൽ ഇടപെടാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആ ഇടപെട്ടില്ലയോ, പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നു. അതിന് പാകിസ്ഥാൻ വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. അബ്രഹാം അക്കോർഡ്സ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്വപ്ന കരാറാണ്. അറബ് രാജ്യങ്ങൾ തമ്മിൽ ഒരു സൗഹൃദ ബന്ധമുണ്ടാക്കുകയും ആ സൗഹൃദ വലയത്തിൽ ഉൾപ്പെട്ട അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ച് ഒരു സൗഹൃദ രാഷ്ട്രമായി കണക്കാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അബ്രഹാം അക്കോർഡിൻ്റെ അന്തിമ ലക്ഷ്യം. ആ അബ്രഹാം അക്കോർഡ് എന്ന കരാർ പാകിസ്ഥാൻ അംഗീകരിക്കും, ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കും. ഈ രണ്ട് വ്യവസ്ഥകൾ സമ്മതിച്ചുകൊണ്ടാണ് ട്രംപിനെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ നേരിടുന്ന ആഘാതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിലേക്ക്, ഭാരതം പ്രഖ്യാപിച്ച യുദ്ധത്തിലേക്ക് അസീം മുനീർ കൊണ്ടുവരുന്നത്. അതിന് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട് പാകിസ്ഥാന് എന്നാണ് നൂറിൻ നിയാസി പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് നൂറിൻ നിയാസി പറഞ്ഞു വയ്ക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ളത് അവരുടെ മതത്തിന് വിരുദ്ധനായ ഒരു ഭരണാധികാരിയാണ്. മതത്തിന് വിരുദ്ധനായ ഒരു ഭരണാധികാരി എന്നുള്ളത് സ്വാഭാവികമായി പാകിസ്ഥാനെ സംബന്ധിച്ച് രാജ്യവിരുദ്ധനായിട്ടുള്ളൊരു ഭരണാധികാരിയായിട്ട് മാറും. അല്ലാതെ പാകിസ്ഥാനിൽ ജനാധിപത്യപരമായിട്ടുള്ളൊരു ഭരണഘടനയുണ്ട് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞാൽ
ചിരിച്ച് ചിരിച്ച് കേൾക്കുന്നയാളുടെ വയറുളുക്കുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ജനാധിപത്യവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ മതനിയമം, ഇസ്ലാമിക മതനിയമങ്ങൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക മതനിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രത്തിൽ ഇസ്രായേലിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു എന്ന ആശയം വെച്ച് പുലർത്തുന്ന ഒരു ഭരണാധികാരി, അത് പ്രത്യക്ഷമായിട്ടാകട്ടെ പരോക്ഷമായിട്ടാകട്ടെ രഹസ്യമായിട്ടാകട്ടെ അല്ലാതെയാകട്ടെ, അത്തരത്തിൽ അംഗീകാരം ഇസ്രായേലിന് നൽകുന്ന ഒരു ഭരണാധികാരി എന്നുള്ളത് ആദ്യം ഇസ്ലാമിക വിരുദ്ധനാകും, പിന്നീട് രാജ്യവിരുദ്ധനാകും. അതോടുകൂടി തന്നെ ആ ഭരണാധികാരിയുടെ ഒരു ഭാവി നിശ്ചയിക്കപ്പെടും. പക്ഷേ അസീം മുനീറിൻ്റെ കാര്യം പറഞ്ഞാൽ സൈന്യത്തിന് മേലും രാഷ്ട്രീയ നേതൃത്വത്തിന് മേലും ഇപ്പോൾ അയാൾക്കുള്ള ഒരു സ്വാധീനം അതിശക്തമാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുമ്പോൾ എത്ര സ്വാധീനവും ശക്തിയുമുള്ള ഒരു നേതാവായാലും അതെല്ലാം നഷ്ടപ്പെടുവാൻ ഒരു മാത്ര നേരം പോലും വേണ്ട. ഒരു നിമിഷം കൊണ്ട് കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ട് വഴിയാധാരമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവസ്ഥയിൽ ആസിം മുനീർ സ്വയം കണ്ടെത്തിയേക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം കണ്ണു തുറക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആണ് താൻ അകപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞേക്കാം. അത്തരത്തിൽ മാറി മറിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്, സൈനിക സാഹചര്യമാണ് പാകിസ്ഥാനിലുള്ളത്. ഈ വെളിപ്പെടുത്തൽ, നൂറിൻ നിയാസിയുടെ ഈ വെളിപ്പെടുത്തലിനും അപ്പുറം പാകിസ്ഥാനിൽ നടക്കുന്ന ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു അന്തർയുദ്ധങ്ങൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലാണെങ്കിലും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണെങ്കിലും ഖൈബർ പഖ്തൂൺ മേഖലയിലാണെങ്കിലും മറ്റ് റാവൽപിണ്ടി പോലുള്ള പ്രദേശങ്ങളിലാണെങ്കിലും സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിലും എല്ലാം അതിരൂക്ഷമായിട്ടുള്ള ഒരു ആഭ്യന്തര കലഹ സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അതിനുമേലെ അതിൻ്റെ അത്തരത്തിലൊരു ഗുരുതര സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കുന്മേൽ ഗുരു എന്ന പോലെ നൂറിൻ നിയാസിയുടെ വെളിപ്പെടുത്തൽ. ഇനി മറുവശത്ത് നോക്കിയാലോ, ഭാരതം ഇവർ വിജയിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കാതിരുന്നത് ഭാരതത്തിൻ്റെ ഭാഗ്യമെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായി ഭാരതം മരവിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഏതൊരു യുദ്ധം അവർക്ക് നൽകിയ പ്രത്യാഘാതത്തെക്കാളും വളരെ വലുതായിരിക്കും. പാകിസ്ഥാൻ ഏതാണ്ട് മുഴുവനായി തന്നെ പട്ടിണിയിലും വരൾച്ചയിലേക്കും പോകേണ്ടി വരും, അല്ലെങ്കിൽ തള്ളിവിടപ്പെടും. പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള ഒരു വിലപേശലാണ് ഭാരതം നടത്തുന്നത്. പക്ഷേ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരവാദം തങ്ങളുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നമായി കാണുന്നൊരു രാഷ്ട്രത്തെ കൈകാര്യം ചെയ്യുവാൻ ഇത്ര ക്രൂരമായിട്ടുള്ള നടപടികളെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയ പക്ഷം എന്നുള്ളതാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ, പ്രതിരോധ വിദഗ്ധന്മാരുടെ ഒരു അഭിപ്രായം. കാരണം ഇതും ഒരു യുദ്ധതന്ത്രമാണ്, സമാധാനപരമായിട്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ്. ആ യുദ്ധതന്ത്രവും ഭാരതം പ്രയോഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ നേരത്തെ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ ഇപ്പോൾ കൂപ്പുകുത്തി അതലപാതാളത്തിലേക്ക് വീണിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഞെരുക്കങ്ങൾ 4 വശത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഒരു 6 മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യം, പട്ടാള അട്ടിമറി വീണ്ടും നടക്കാം. ഫീൽഡ് മാർഷലിനെ തന്നെ പട്ടാളം അട്ടിമറിച്ചേക്കാം. അല്ലെങ്കിൽ അസീം മുനീർ നാട് വിട്ടുപോയി ഷാബാസ് ഷെരീഫിൻ്റെ തലയിൽ ഈ കുറ്റങ്ങളെല്ലാം ചുമത്തി പട്ടാളം ഷാബാസ് ഷെരീഫിനെ പിടിച്ചു തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും മറ്റേതെങ്കിലും ഒരു കളിപ്പാവെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഒരു അധികാരമാറ്റം. ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന മൗലാനമാർക്കൊക്കെ എന്തെങ്കിലും അപ്പകഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത്, ഫസൽ റഹ്മാൻ ആണെങ്കിലും ആരെങ്കിലും ആ മൗലാനമാർക്ക് എന്തെങ്കിലും ഒരു അപ്പകഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് അവരെ താൽക്കാലികമായി ഒന്ന് ഒതുക്കും. പാക് അധിനിവേശ കാശ്മീരിൽ ക്രൂരമായ അടിച്ചമർത്തലുകൾ തുടരുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം മാത്രം അവിടെ 9ഓളം ആളുകളാണ് പട്ടാളത്തിൻ്റെ നേരിട്ടുള്ള വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ 21-ാം തീയതി വരെ ഈ പാക് അധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രക്ഷോഭക്കാർ പാകിസ്ഥാൻ സർക്കാരിനും അസീം മുനീറിനും സമയം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളം പൂർണ്ണമായും ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ലോങ് മാർച്ച് ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധ പരിപാടികളുമായി അവർ തെരുവിലേക്ക് ഇറങ്ങുവാൻ പോവുകയാണ് എന്നാണ് അവർ മുഴക്കിയിരിക്കുന്ന ഭീഷണി. അപ്പോൾ ലോങ് മാർച്ചുമായി അവർ തെരുവിൽ ഇറങ്ങുകയാണെങ്കിൽ പട്ടാളം അവരെ ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഭാരതത്തിൽ ഭാരതത്തിന് ഒരുപക്ഷെ പാക് അധിനിവേശ കാശ്മീരിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം അവിടെ. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ ഭാരതം ഉടനെ കയറി ഇടപെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിരീക്ഷണം. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അത് മറ്റൊരു വിഷയമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. തിരികെ നൂറിൻ നിയാസിയുടെ ഒരു വെളിപ്പെടുത്തലിലേക്ക് നാം തിരികെ വരികയാണെങ്കിൽ, ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള നമ്മുടെ ഒരു പ്രതികാര നടപടി, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്, ഇസ്ലാമിക മതഭീകരവാദികളുടെ ആക്രമണത്തിന് മറുപടി എന്നവണ്ണം നമ്മുടെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ സംശയിച്ച പ്രതിപക്ഷ നേതാവ് വരെ ഇവിടെയുണ്ട്. റഫേൽ എത്ര എണ്ണം പോയി എന്നൊക്കെ ചോദിച്ച്. റഫേൽ ഇപ്പോൾ ഔദ്യോഗികമായ വിവരം പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ റഫേലും പ്രവർത്തനക്ഷമമായി
കാര്യക്ഷമമായി തന്നെ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ 2.0 കാത്തു നിൽക്കുന്നു, തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നുണപ്രചരണം നടത്തിയവർക്കുള്ള ഏറ്റവും പുതിയ മറുപടി കൂടിയാണ് ഈ നൂറിൻ നിയാസിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന. പാകിസ്ഥാനിൽ അസീം മുനീർ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം വിട്ടേക്കൂ, അത് നമ്മുടെ ആഭ്യന്തര വിഷയമല്ല. പക്ഷേ നമ്മുടെ ആഭ്യന്തര വിഷയം വ്യാജഗാന്ധി കുടുംബത്തിലെ പപ്പുമോനാണ്. പപ്പുമോനുള്ള ഏറ്റവും പുതിയ കരണത്തടി കൂടിയാണ് ഈ നൂറിൻ നിയാസിയുടെ ഈ വെളിപ്പെടുത്തൽ. അത്രമാത്രമേ ഈ വിഷയത്തിൽ അവസാനമായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ കരാറിനെ സംബന്ധിച്ച് എബ്രഹാം അക്കോർഡ്സിൽ പാകിസ്ഥാൻ ചേരുന്നതിനെക്കുറിച്ച്, ഔദ്യോഗികമായി ചേരുകയല്ല, അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ പാകിസ്ഥാൻ സൗഹൃദ രാജ്യമാക്കുമോ? ആക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രത്യാഘാതങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു മാറ്റങ്ങളായിരിക്കും മധ്യപൂർവ്വ ഏഷ്യയിൽ കൊണ്ടുവരിക? പാകിസ്ഥാൻ അതോടുകൂടി ഒരു ഇസ്ലാമിക ഭീകരത മുക്ത രാഷ്ട്രമാകുമോ? നിങ്ങളുടെ ചിന്തകൾ എന്താണ്? അത് ദയവ് ചെയ്ത് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.